ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു അവന്റെ പടപ്പുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 വിഭാഗത്തിലാണ്. അല്ലാഹു അവന്റെ പടപ്പുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 വിഭാഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 3 വിഭാഗം ആരാണ്? ആ 3 വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അല്ലാഹു പടച്ച തമ്പുരാന് 3 വിഭാഗത്തിലെ ആളുകളെ എന്റെ പ്രിയമുള്ളവരെ പടച്ച തമ്പുരാന് സൃഷ്ടിച്ചിരിക്കുന്നത് 3 തരത്തിലാണ്. ചെറുപ്പക്കാരാ, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, മലക്കുകളുണ്ടല്ലോ, അല്ലാഹു പടച്ച തമ്പുരാൻ അവരെ പടച്ചിരിക്കുന്നത് എങ്ങനാ? അവർക്ക് ബുദ്ധിയില്ല, ബുദ്ധി കൊണ്ട് ചെറുപ്പക്കാരാ, അവർക്ക് വികാരമില്ല മോനെ, അവർക്ക് ബുദ്ധിയുണ്ട് പൊന്നുമോനെ, അവർക്ക് വികാരമില്ലെന്ന് ആദരവാകുന്ന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. മലക്കുകൾ കൊണ്ടല്ലോ ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർക്ക് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ വികാരമില്ല. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അവന്റെ മലായിക്കത്തുകളാണ്. ഈ മലക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പടച്ച തമ്പുരാൻ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അല്ലെ? ബുദ്ധി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർക്ക് വികാരം കൊടുത്തിട്ടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലുമായി 7ാം ആകാശത്തേക്ക് പടച്ച തമ്പുരാനെ കാണാൻ ചെല്ലുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിബ്രീല് ആദരവാകുന്ന പ്രവാചകനോട് പറയുകയുണ്ടായി, അല്ലയോ റസൂലേ, ഇനി എനിക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല. ഇനി ആകാശ ലോകത്തേക്ക് പടച്ച തമ്പുരാനെ കാണാനുള്ള കഴിവ് എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ എന്റെ ചിറകുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളയുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അതെന്തുകൊണ്ടാ? അത് വികാരമെന്ന് പറയുന്ന ശക്തി ഇല്ലെങ്കിലും ബുദ്ധി എന്ന് പറയുന്ന കഴിവ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന് അല്ലാഹു പടച്ച തമ്പുരാൻ കൊടുത്തത് കൊണ്ടാ. രണ്ട് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗമാരാ മൃഗങ്ങളാണ്. ചെറുപ്പക്കാരാ, മൃഗങ്ങളാണ് പൊന്നുമോനെ. മൃഗങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? അവർക്ക് ബുദ്ധിയില്ല മോനെ, ബുദ്ധിയില്ല മോനെ, അവർക്ക് ബുദ്ധിയില്ലെന്ന് റസൂല് പറയുകയാണ്. അവർക്ക് എന്നാൽ വികാരമുണ്ടെന്ന് പറയുകയാണ്. അവർക്ക് ബുദ്ധിയില്ല. അവരുടെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം കൊണ്ടുവച്ചാൽ അവർക്ക് അതെന്താണെന്നറിയില്ല, അവർക്ക് എന്ത് വസ്തുവാണെന്നറിയില്ല. എന്നാൽ വികാരമെന്ന് പറയുന്ന ദൈനംദിനമാകുന്ന ആ സംഭവമുണ്ടല്ലോ, മൃഗത്തിന് പടച്ച തമ്പുരാന് കൊടുത്തിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. അവർക്ക് ബുദ്ധിയില്ല, പക്ഷെ അവർക്ക് വികാരമുണ്ടെന്ന് സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ശരിയല്ലേ? അവർക്ക് ബുദ്ധി പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ വികാരമില്ല. അവരുടെ മുമ്പിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും അവരുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല അത് ബിരിയാണിയാണോ സാധാ ചോറാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലും കഷണാണോ ഒന്നും അവർക്കറിയില്ല. അവര് കിട്ടണത് കഴിച്ചിട്ട് എന്ത് ചെയ്യും? മാറിക്കിടന്നുറങ്ങും. പക്ഷേ ഈ മൃഗങ്ങൾക്ക് വികാരമെന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലാഹു പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്തേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില പട്ടികള്, ചില നായകള് പള്ളി എന്നറിയില്ല, അവർക്ക് അമ്പലം എന്നറിയില്ല, അവർക്ക് ക്രിസ്ത്യൻ പള്ളി എന്നറിയില്ല, റബ്ബറും കാട്ടെന്നറിയില്ല, മക്കാം എന്നറിയില്ല. അവരെവിടെ കണ്ടാലും ഒരിണയെ കണ്ടാൽ അവർക്ക് ചേരാനുള്ളൊരു താല്പര്യം അല്ലാഹു പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് പറയണത്, മൃഗത്തിന് എന്നുണ്ട്, വികാരമുണ്ട്, പക്ഷേ ബുദ്ധിയില്ല. അല്ലാഹുവിന്റെ മൂന്നാമത്തെ പടപ്പാണ് ആരെന്ന് പറയണത് ചങ്ങാതിമാരെ? ഞാനും നിങ്ങളും.
ഞാനും നിങ്ങളുമെന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ മൂന്നാമത്തെ പടപ്പാണ്. മനുഷ്യന്മാര് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാരെന്ന് പറയുന്നത് പടച്ച തമ്പുരാന് കൊടുത്ത അനുഗ്രഹം എന്താ? എന്നെ പ്രിയമുള്ളവരെ, ആ മനുഷ്യന്മാർക്ക് പടച്ച തമ്പുരാന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് മോനെ, ബുദ്ധി കൊടുത്തിട്ടുണ്ട് മോനെ, വികാരം കൊടുത്തിട്ടുണ്ട് മോനെ. എന്നാൽ ആദരവാകുന്ന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിനക്ക് വികാരം കടന്നു വരുമ്പോ, നിനക്ക് ഏതെങ്കിലും പെണ്ണുമായിട്ട് ശയ്യലമിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കൊതി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ബുദ്ധി കൊണ്ട് അതിനെ മാറ്റി നിർത്തുന്നതാരാ? അവരാണ് എന്റെ പ്രിയമുള്ളവര് മലക്കുകളെക്കാൾ ശ്രേഷ്ഠനെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അതാരെന്നറിയോ? അതാരെന്നറിയോ? അത് അല്ലാഹുവിന്റെ ഔലിയാക്കളാ, അത് അല്ലാഹുവിന്റെ മഹാമാരാ. അവർക്ക് വേറെ ആരെയും പേടിയില്ല ചെറുപ്പക്കാരാ, അവർക്കൊരാളെയും ഭയമില്ല, അവർക്കൊരാളെയും പേടിയില്ല. അവരുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ഭയമുള്ള വ്യക്തിയാരാ? അവരുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ ഭയമുള്ളതാരെന്നറിയോ? പടച്ച തമ്പുരാനെയാണ്, പടച്ച തമ്പുരാനെയാണ്. ആ റഹ്മാനല്ലേ ഭക്ഷണം തന്നത് ചെറുപ്പക്കാരാ, ആ റഹ്മാനല്ലേ വസ്ത്രം തന്നത് ചെറുപ്പക്കാരാ, ആ പടച്ച തമ്പുരാനല്ലേ ഈ സദസ്സിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നിരിക്കാൻ സൗഭാഗ്യം നൽകിയത്, ആ പടച്ച തമ്പുരാനല്ലേ കഴിക്കാൻ വായ തന്നത്, ആ പടച്ച തമ്പുരാനല്ലേ വഅദ് പറയാൻ ശബ്ദം തന്നത്, ആ പടച്ച തമ്പുരാനല്ലേ വഅദ് കേൾക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഈ മനോഹരമാകുന്ന ചെവികൾ തന്നത്. കണ്ടില്ലേ പെങ്ങളെ, കണ്ടില്ലേ പെങ്ങളെ, കഴിഞ്ഞ ദിവസത്തെ വാർത്താമാധ്യമങ്ങൾ എന്റെ പ്രിയമുള്ളവര് എടുത്തു നോക്കിയാൽ ഒരു ചെറുപ്പക്കാരന്റെ കഥ നമ്മൾ കണ്ടതല്ലേ. അവന്റെ വാഹനത്തില് ഒരു പാവപ്പെട്ട ചെറിയ കുട്ടിയുണ്ടല്ലോ, വന്ന് ചാരി നിന്നതിന്റെ പേരില് ഒരു മുസ്ലിം ചെറുപ്പക്കാരനാ, ഒരു മുസ്ലിം ചെറുപ്പക്കാരനാ, 19 വയസ്സുള്ള ചെറുപ്പക്കാരാ, ഒരു പാവപ്പെട്ട ഒരു പൊന്നുമോന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വാഹനത്തില് എന്റെ പ്രിയമുള്ളവരെ ചാരി നിന്നതിന്റെ പേരില് ആ പൊന്നുമോന്റെ നട്ടലിലേക്ക് ആ ചെറുപ്പക്കാരന്റെ കാല് കൊണ്ട് ചവിട്ടിയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ എവിടെയാടാ നിന്റെ ഈമാൻ എന്ന് പറയുന്നത്? എവിടെയാടാ നിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്? എവിടെയാടാ നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? അല്ല തന്നതല്ലേ, അല്ല തന്നതല്ലേ, അല്ല തന്ന കാലല്ലേ, അല്ല തന്ന കയ്യല്ലേ, അല്ല തന്ന മൂക്കല്ലേ, അല്ല തന്ന കാതല്ലേ, അല്ല തന്ന ഹൃദയമല്ലേ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ശരീരം കൊണ്ട് ഹറാമുകൾ ചെയ്യുമ്പോ, കള്ളു കുടിക്കുമ്പോ, വ്യഭിചരിക്കുമ്പോ, പെണ്ണ് പിടിക്കുമ്പോ, ലഹരി ഉപയോഗിക്കുമ്പോ, കഞ്ചാവ് അടിക്കുമ്പോ, ഏതെങ്കിലും പെണ്ണിന്റെ പുറകില് നാണമില്ലാതെ ഉളുപ്പില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ പോകുമ്പോ, ഔലിയാക്കളെന്ന് പറയുന്നത് അവരുടെ ശരീരം മുഴുവനും ഇലല്ലാഹ് പടച്ചവനിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അവരെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇറങ്ങിയവരാണ്. അല്ലാഹുവേ, ഔലിയാക്കളുടെ നേതാവ് ആരെന്നറിയോ? ഔലിയാക്കളുടെ നേതാവ് ആരെന്നറിയോ? ഈ മനോഹരമാകുന്ന പള്ളിയുടെ കീഴിലുള്ള ആദികാട്ടുകുളങ്ങര ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള അല്ലാഹുവേ ആ മഖാമിൽ അന്തിയുറങ്ങുന്ന ബഹുമാനപ്പെട്ട തൈക്കാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാം നേതാവാരാ? കുത്തുബുൽ അക്താബ, കുത്തുബുൽ അക്താബ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാ. ആ മഹാന്റെ പേരിൽ മോനെ ഇവിടെ ഭക്ഷണം കൊടുക്കുമല്ലോ, ഇവിടെ ചീരണി കൊടുക്കുമല്ലോ, ഇവിടെ സനദ് നടത്തുമല്ലോ, ഇവിടെ മൗലിദ് ചൊല്ലുമല്ലോ, ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമല്ലോ. അതെല്ലാം അൽഹംദുലില്ലാഹ്
ആ മുഹീദ്ദീൻ ശൈഖിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, ആ മുഹീദ്ദീൻ ശൈഖിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നവരെ, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രമാണ്, മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രമാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഔലിയാക്കളുടെ നേതാവിന്റെ ചരിത്രം ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടത്തിവിടാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ, തരണേ അല്ലാ, തരണേ അല്ലോ, തരണേ അല്ലാ. ആ ഔലിയാക്കളുടെ എല്ലാം നേതാവാണ് ആരെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ചിലപ്പോ പല പുത്തൻവാദികളും വന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ ചോറ് കൊടുക്കുന്നേ, നിങ്ങൾ എന്തിനാ അന്നദാനം കൊടുക്കണേ, അതൊക്കെ വെറുതെ ആഘോഷിക്കാനുള്ളതല്ലേ, നിങ്ങൾ വെറുതെ എന്തിനാ പൈസയൊക്കെ കളയണതെന്ന് ചില ആളുകൾ ചോദിക്കും. ആടിനെ അറുക്കുമ്പോ അല്ലെ പോത്തിനെ അറുക്കുമ്പോ ചോറ് വെച്ച് കൊടുക്കുമ്പോ പല ആളുകളും വന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിനെതിരെ പല ആളുകളും പലതും പറയും അല്ലേ. നമ്മുടെ ബഹുമാനപ്പെട്ട തൈക്കാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മക്ബറയിൽ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ നേർച്ച നടത്തുമ്പോ, അവിടെ സിയാറത്ത് നടത്തുമ്പോ, മേട്ടുംപുറം പള്ളിയിൽ നമ്മൾ സിയാറത്ത് നടത്തുമ്പോ ചിലപ്പോ അതിനെ എതിർക്കാനും അതിനെ കുറ്റം പറയാനൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ പല ആളുകളും കടന്നു വരും. ചരിത്രം പറയുമ്പോ ഈ മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ വെറും ഒരു ഔലിയാഇന്റെ കഥ മാത്രമല്ല പറയണത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറിയ കുട്ടികൾക്കും മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം പാഠമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറിയ കുട്ടികൾക്കും മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പാഠമാണ്. കാരണം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് പഠിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പുറപ്പെടുകയാണ്. ബഗ്ദാദിന്റെ മണ്ണിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പുറപ്പെടുകയാണ്. പുറപ്പെടാൻ പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മയോട് ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പോകണം, എനിക്ക് പഠിക്കാൻ പോകണം. മുഹീദ്ദീൻ ശൈഖിന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ എനിക്ക് പഠിക്കാൻ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോകണം ഉമ്മ എന്നെന്റെ പ്രിയമുള്ളവരെ മുഹീദ്ദീൻ ശൈഖ് പറയുമ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, കയ്യിലേക്ക് എന്റെ പ്രിയമുള്ളവരെ പൈസ കൊടുക്കുകയോ, എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, കളവ് പറയല്ലേ മോനെ, ഹറാമ് ചെയ്യല്ലേ മോനെ, തിന്മകൾ ചെയ്യല്ലേ മോനെ, അദാബുകൾ ചെയ്യല്ലേ മോനെ, നന്മയിലൂടെ കടന്നു പോകണം മോനെ. എന്നിട്ടാ ഉമ്മയതാ പറയുകയാണ്, മോനെ നീ കളവ് പറയല്ലേ, കളവ് പറയല്ലേ. മുഹീദ്ദീമാല ഓതുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. കുത്തുബിയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമാകുന്ന ആദിക്കാട്ടുകുളങ്ങരയുടെ പള്ളിയില് നമ്മൾ നടത്തുമ്പോ അവിടുത്തെ പ്രിയമുള്ള ഉസ്താദുമാര് മുഹീദ്ദീമാല ചൊല്ലുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, 60 വയസ്സുള്ള ഉമ്മമാര്, 70 വയസ്സുള്ള ഉമ്മമാര്, 80 വയസ്സുള്ള ഉമ്മമാര്, 40 വയസ്സുള്ള ഉമ്മമാര്, നമ്മുടെ വീടിന്റെ ഉമ്മറത്തന്റെ പ്രിയമുള്ളവര് മുഹീദ്ദീമാല എടുത്തു വെച്ചിട്ട് അവര് മുഹീദ്ദീമാല ഓതുമ്പോ അതിൽ 2 വരിയുണ്ട് മോനെ. അതേതാണ് വരിയെന്നറിയോ? കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിന്റെ കയ്യിലുണ്ടല്ലോ അല്ലാഹുവേ സമ്പത്ത് കൊടുക്കുകയാണ്, സമ്പത്ത് കൊടുക്കുകയാണ്. ജുബ്ബയുടെ കീശയിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ മുഹീദ്ദീൻ ശൈഖിന്റെ ഉമ്മയുണ്ടല്ലോ സമ്പത്ത് കൊടുക്കുകയാ. ആ സമ്പത്തല്ലാതെ വേറെയൊന്നുമില്ല ചെറുപ്പക്കാരാ. മുഹീദ്ദീൻ ശൈഖ് ബഗ്ദാദിന്റെ മണ്ണിലേക്ക് കടന്നു പോവുകയോ. കടന്നു പോകുമ്പോ മുഹീദ്ദീൻ ശൈഖും സംഘവും എന്റെ പ്രിയപ്പെട്ടവര് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മുഹീദ്ദീൻ ശൈഖിനെ ഉണ്ടല്ലോ, കൂട്ടാളുകളെ ഉണ്ടല്ലോ എന്റെ പ്രിയമുള്ളവര്, അവിടെ കൂടുന്ന ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് തടയുകയാണ്. അവര് കൊള്ളക്കാരാ, അവരാക്രമിക്കാൻ കടന്നു വന്നവരാ. ഓരോ ആളുകൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടോ, നിങ്ങളുടെ കയ്യിൽ സ്വർണമുണ്ടോ, നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ? ആരും എന്റെ പ്രിയമുള്ളവരെ
കൊടുക്കുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആ കൊലയാളികളുണ്ടല്ലോ, അക്രമികളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ തട്ടിപ്പറിക്കുകയാണ്. മുഹീദി ശൈഖിന്റെ ചാരത്തേക്ക് അവരെ കടന്നു വരികയാ. അവരെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ? നിന്റെ കയ്യിൽ പൈസയുണ്ടോ? മുഹീദി ശൈഖ ഉമ്മ കൊടുത്ത ആകെയുള്ള സമ്പത്താ. മുഹീദി ശൈഖിന്റെ പ്രിയമുള്ളവരെ, ആർജവത്തോട് ഈമാനോട് അല്ലാഹുവേ പറയുകയാ, എന്റെ കയ്യിൽ സമ്പത്തുണ്ടെന്ന് പറയുമ്പോ ആ കൊലയാളികൾ നെട്ടിത്തരിക്കുകയാണ്. കൊലയാളികൾ ചോദിക്കുകയാ, മോനെ നീ ചെറുതാണല്ലോ, നീ പൊന്നാണല്ലോ, ചെറിയ മകനാണല്ലോ, മോനെ നീ എന്തേ എന്നോട് സത്യസന്ധമായി ഈ പൈസയുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, മുഹീദി ശൈഖ് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മിച്ച എന്നോട് പറഞ്ഞിട്ടുണ്ട്, കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മിച്ച എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെന്റെ പ്രിയമുള്ളവരെ മുഹീദി ശൈഖ് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന് നമ്മുടെ മക്കൾക്ക് പാഠമാ, ഇന്ന് നമ്മുടെ മക്കൾക്ക് പാഠമാ. മുഹീദി ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമ്മ പറഞ്ഞു, എടാ കളവ് പറയല്ലേ. ഉമ്മ പറഞ്ഞു, എടാ നീ ആരോടും കളവ് പറയല്ലേ. ആ കളവ് ഒരു ആക്രമിക്കാൻ വന്ന സംഘത്തിന്റെ മുമ്പിൽ പോലും ബഹുമാനപ്പെട്ട മുഹീദി ശൈഖ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലേ? ഇപ്പൊ നമ്മുടെ ഈ മദ്രസയില് അൽഹംദുലില്ലാഹ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പഠിക്കുമ്പോ ചിലപ്പോ ശനി ഞായർ എന്ത് ചെയ്യൂല, ഈ കുട്ടികൾ കടന്നു വരൂല മദ്രസയില് ശനി ഞായർ ഈ കുട്ടികൾ കടന്നു വരൂല. തിങ്കളാഴ്ച ആകുമ്പോ ഉസ്താദിന്റെ ഒരു കോള, ആരുടെ ഇന്ന് ഈ മക്കളുടെ വീട്ടിൽ നിന്ന് കോള് വന്നിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ 2 ദിവസം ശനി ഞായറും ഈ കുട്ടിക്ക് പനിയായിരുന്നു ഉസ്താദേ, തിങ്കളാഴ്ച അൽഹംദുലില്ലാഹ് ഇന്ന് രാവിലെ ക്ലാസ്സിന് വിടുവാണെന്ന് ചില ഉമ്മമാര് പച്ചയ്ക്ക് കള്ളം പറയണ ചില ഉമ്മമാരുണ്ട്. ഞാൻ വെറുതെ പറയണാണോ? ഇപ്പൊ സദർസ്ത ഇവിടെ ഇല്ലേ? സദർസ്ത പോയി. അപ്പൊ മദ്രസ എടുക്കുന്ന ഉസ്താദ്മാർക്ക് നല്ലപോലെ അറിയാം, ശനി ഞായറും കുട്ടികളൊക്കെ ലീവാ, മിക്ക കുട്ടികളും ലീവാ. എന്നിട്ട് തിങ്കളാഴ്ച വരുമ്പം ഒരൊലത്തിയ വിളിയാ, ഉമ്മ വിളിയാ. എന്താ വിളിക്കണേ? വിളിച്ചിട്ട് പറയും, ഉസ്താദേ എന്റെ മോൾക്ക് പനിയായിരുന്നു ഉസ്താദേ, ഉസ്താദേ എന്റെ മോൾക്ക് അതായിരുന്നു ഉസ്താദ്, ഇതായിരുന്നു ഉസ്താദ് പറയും. പക്ഷെ ഇവൻ പയറ് പോലെ പള്ളിയുടെ മുമ്പിൽ കൂടെ നടന്നിട്ടുണ്ടാവും. അല്ലെ? ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഉമ്മമാരും മക്കളെ കളവ് പറയാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാലഘട്ടം അല്ലെ? ഇന്നിപ്പോ മദ്രസക്കൊന്നൊരു വില നമ്മൾ കൊടുക്കണില്ല, ഒരു വിലയും കൊടുക്കണില്ല. അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും മദ്രസയ്ക്ക് വില കൊടുക്കൽ കുറവാണ്. ഞാൻ ചോദിക്കട്ടെ, മദ്രസയിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് ഫിഖ്ഹിന് 100ൽ 80 കിട്ടുമ്പോ എടാ ബാക്കി 20 മാർക്ക് എവിടെയെന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം ഞാനും നിങ്ങളും കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളുണ്ട്. ആലോചിച്ച് നോക്കിയേ. ചില ഉമ്മമാരുണ്ട്, മക്കൾക്ക് കണക്ക് പരീക്ഷയാണെങ്കിൽ അന്ന് മദ്രസ വിടൂല. മക്കൾക്ക് കണക്ക് പരീക്ഷയാണെങ്കിൽ അന്ന് മദ്രസ വിടൂല. അന്ന് പറയും, കേറ റൂമിന്റെ അകത്ത് കേറ, പഠിക്കടാ, പഠിയടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൂമിന്റെ അകത്ത് കേട്ടിട്ട് ഇങ്ങനെ പറയും. അതേസമയം എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയില് അൽഹംദുലില്ലാഹ് പരീക്ഷ കടന്നു വരുമ്പോ ആ മക്കൾക്ക് എടാ അത്തഹിയാത്ത് പഠിക്കടാ, എടാ കുനൂത്ത് പഠിക്കടാ, എടാ ദിക്ർ പഠിക്കടാ, എടാ ദുആ പഠിക്കടാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആർജവം നമുക്കില്ല. അതാ പറഞ്ഞത് മുഹീദി ശൈഖിന്റെ ഉമ്മ പറഞ്ഞു, മോനെ നീ കള്ളം പറയല്ലേ. മുഹീദി ശൈഖ് കള്ളം പറഞ്ഞില്ല. നമ്മളൊന്ന് ആലോചിച്ചേ, നമ്മുടെ മക്കൾ അനങ്ങിയ കള്ളം പറിച്ചില്ല. ഉസ്താദ് ഒന്നും തോണ്ടിയാ മതി, അപ്പം വീട്ടിൽ ചെന്നിട്ട് കള്ളം പറയും. ഉസ്താദ് എന്നെ മാന്തി, ഉമ്മ ഉസ്താദ് എന്നെ അടിച്ചുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ വാപ്പ ഉമ്മയും കൂടെ ഉസ്താദിനെ ഇടിക്കാൻ വേണ്ടി വരിക. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച മലപ്പുറം ജില്ലയിലാന്ന് എന്റെ ഓർമ്മ. ഒരു ചെറുക്കന് കല്യാണാലോചന വന്ന സമയത്ത് ഈ പെണ്ണിന്റെ വീട്ടുകാര് നേരെ കടന്നു വന്നിട്ട് ആ പള്ളിയിലെ ഖത്തീബിനോടാണ് ഇവനെ പറ്റി ചോദിച്ചത്, ഇവൻ എങ്ങനെയുണ്ട്. ഉസ്താദ് ഉള്ളതൊക്കെ ഹക്ക് പോലെ പറഞ്ഞു കൊടുത്തു. അവന്റെ കല്യാണം നടന്നില്ല. അവൻ നട്ടപ്പാതിരാക്ക് കമ്പിയായിട്ട് വന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്തു? അടിച്ചു. മലപ്പുറം ജില്ലയിൽ നടന്ന കാര്യമാ ഞാൻ പറഞ്ഞു വന്നത്. ഈമാനും ഇസ്ലാമും ദീനൊന്നും ഇന്ന് നമുക്കില്ല, കുറഞ്ഞുപോയി. ഇന്ന് മക്ബറയിൽ പോകണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പുച്ഛവാ മഹാന്മാരെ. ഞാൻ പറയുകയാണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ മനോഹരമാകുന്ന മക്കാമിൽ അൽഹംദുലില്ലാഹ് ആ മക്ബറയിൽ എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാർ അന്തി ഉറങ്ങുന്നുണ്ട്. അല്ലെ? നമുക്കൊക്കെ ഓരോ ദിവസവും
ഓരോ ദിവസവും ആ മക്കാമിന് പോയിട്ട് ഒരു ഫാത്തിഹ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വല്ല അധഭാഗ്യവാ. ഇനി പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കച്ചവടത്തിന് ഇറങ്ങുമ്പോ ഒരു ഫാത്തിഹ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവിടത്തെ കോതിയായിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. ആ മഹാന്റെ പൊരുത്തവും ഗുരുത്വവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് മുഹീദ്ദീൻ ശൈഖ് എന്ന് പറയണത് ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും മാതൃകയാണ്. എന്തേ മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ കടന്നു വരാനുള്ള കാരണം? മുഹീദ്ദീൻ ശൈഖ് എന്തേ ഇത്രത്തോളം ഈമാനും ആർജവും ദീനുമുള്ള വലിയൊരു ഔലിയായി മാറാനുള്ള കാരണം എന്തേ? മുഹീദ്ദീൻ ശൈഖിന്റെ ഉമ്മയും ഉപ്പയും നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനോട് കൂടിയുള്ള പ്രവർത്തകരാ, നല്ല ഈമാനുള്ള ആളുകളാണ് അല്ലേ? മുഹീദ്ദീൻ ശൈഖിന്റെ ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത് നല്ല ദമ്പതിമാരാ. ആ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. ഉമ്മയും ബാപ്പയും മോശപ്പെട്ടവരാണെങ്കിൽ അല്ലെ, വാപ്പ കള്ളു കുടിച്ചാൽ മക്കളും കള്ളു കുടിക്കും, വാപ്പ സിഗരറ്റ് വലിച്ചാൽ മക്കളും സിഗരറ്റ് വലിക്കും. ചില വാപ്പമാരൊക്കെ പറയും, എടാ നീ പള്ളി പോടാന്ന് പറയുമ്പോ ചില മക്കൾ ചോദിക്കും, മാപ്പാക്കാദ്യമേ എന്തേ പള്ളി പോയിക്കൂടെ എന്ന് ചോദിക്കണ മക്കളുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്തേക്ക് ഒരിക്കൽ ഒരു ഉമ്മ കടന്നു വന്നു. ഉമ്മ കടന്നു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ പൊന്നുമോൻ മധുരം വല്ലാതെ കൂട്ടുന്ന ഒരാളാ, അതൊന്ന് നിങ്ങൾ അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഒരു ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉമ്മയും പൊന്നുമോനും കൂടി റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഈ പൊന്നുമോനോട് പറഞ്ഞു, മോനെ, നീ എന്ത് ചെയ്യാൻ പാടില്ല? മധുരം നീ അധികമായി കഴിക്കരുത്, നീ കുറച്ചേ കഴിച്ചാൽ മതി, നീ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഉടൻ തന്നെ ഉമ്മ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇത് അന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നാ ഞാൻ ഇന്ന് വരണ്ടായിരുന്നല്ലോ. ഇത് പറയാനാണെങ്കിൽ അന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇത്രയും ദൂരം ഞാൻ വീണ്ടും വരണ്ടായിരുന്നല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ വന്നിട്ട് ഈ പൊന്നുമോൻ മധുരം കൂടുതൽ കഴിക്കുമെന്ന് പറഞ്ഞപ്പോ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരുപാട് മധുരം കഴിച്ചിരുന്ന ആളാണ്. ഞാൻ ഈ മധുരം ഒരുപാട് കഴിക്കുമ്പോ ഇവൻ ഉപദേശിക്കാൻ ആളല്ല, ഞാൻ ആ മധുരം കുറക്കാനായിട്ട് ഒരാഴ്ച സമയമെടുത്തു. അതിനുശേഷമാണ് ഇവനെ ഞാൻ ഉപദേശിക്കാൻ തയ്യാറായതെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ, നമ്മൾ കള്ളു കുടിച്ചാൽ മക്കള് കള്ളു കുടിക്കും, നമ്മൾ ചീട്ട് കളിച്ചാൽ അവര് ചീട്ട് കളിക്കും, നമ്മൾ ലോട്ടറി എടുത്താൽ മക്കള് അതിനും വലിയ ലോട്ടറി എടുക്കും അല്ലെ? എന്നിപ്പോ 98% മുസ്ലിമീങ്ങളും ഞാൻ നോക്കിയിട്ട് ലോട്ടറി എടുക്കുന്നവരാ. എന്തേ? 2 കോടി 5 കോടി 10 കോടി 25 കോടി അടിച്ചാൽ മാത്രമേ പത്രത്തിൽ വരൂ അല്ലെ? ചെറിയ ലോട്ടറികൾ കണ്ടിട്ടില്ലേ? ചെറിയ ലോട്ടറികൾ ഒരു സെറ്റിൽ 10 20 വരുന്ന ലോട്ടറികളുണ്ട്. അതിന് ചെറിയ ട്രിക്ക് ഉണ്ട്. അത് ചില ആൾക്കാർക്ക് അറിയാം, ചില ഹൈവാന്മാർക്കറിയാം. അത് പോയി ഡെയിലി എടുക്കും. 2000 3000 ഒക്കെ ചില ആൾക്കാർക്ക് അടിക്കും. ഇതൊന്നും പത്രത്തിൽ വരൂല. ചിലപ്പോൾ 5 വക്കത്തും പള്ളിയിൽ വരുന്ന ഹാജിയാരായിരിക്കും. നിസ്കാര തരമുണ്ടാവും, തൊപ്പി ഉണ്ടാവും, വെള്ള ഉണ്ടാവും, വസ്ത്രം ഉണ്ടാവും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും കാണാതെ ലോട്ടറി എടുക്കുന്നവരായിരിക്കും. അങ്ങനെ നീ എടുത്തു കഴിഞ്ഞാൽ നിന്റെ മക്കളും എന്റെ പ്രിയപ്പെട്ടവരെ ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കും. അതുകൊണ്ട് മാതാവും പിതാവും നന്നായാൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരെ മക്കൾ നന്നാകൂ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിന്റെ ഉപ്പ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കല്യാണത്തിന് മുമ്പ് അല്ലാഹുവേ വിശന്ന് വലഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിന്റെ പ്രിയപ്പെട്ട ഉപ്പയന്റെ പ്രിയമുള്ളവരെ വിശന്നു വരികയാണ്. അല്ലാഹുവേ, വേദനിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പട്ടിണിയും പരിവട്ടുമായി അല്ലാഹുവേ നടന്നു പോവുകയാ. കഴിക്കാനും ഭക്ഷണമില്ല റബ്ബേ, കുടിക്കാനും വെള്ളമില്ല റബ്ബേ. പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ഞാൻ മരണപ്പെടുമോ എന്ന് പോലും ഭയപ്പെട്ടുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ഉപ്പയുണ്ടല്ലോ, അല്ലാഹുവേ സങ്കടപ്പെടുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നടന്നു പോകുമ്പോ അല്ലാഹുവേ ഒരു പുഴയുടെ ചരിവിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവേ,
ഒരു നദിയുടെ അരികിലൂടെ നടന്നു പോവുകയാ. നദിയുടെ അരികിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ അല്ലാഹുവേ, മുഹീദി ശൈഖിന്റെ പ്രിയമുള്ള ഉപ്പയുണ്ടല്ലോ, ഒരു പഴം ഇങ്ങനെ കാണുകയാണ്. ആ പഴമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവര് ആ വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ്. മുഹീദി ശൈഖ് കാണുകയാണ്. ആ പഴം ഇങ്ങനെ കൈകൊണ്ട് എടുക്കുകയാണ്. എന്നിട്ടതാ ബിസ്മില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവര് ഭക്ഷിക്കുകയാ, കഴിക്കുകയാ. മുഹീദി ശൈഖിന്റെ പ്രിയമുള്ളവരെ കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്നതാ പറയുമ്പോ മുഹീദി ശൈഖിന്റെ പ്രിയമുള്ളവരെ കരുതുകയാണ്, പടച്ചവരെ ഈ പഴമുണ്ടല്ലോ, ഈ പഴമുണ്ടല്ലോ ഏതോ തോട്ടത്തിൽ നിന്ന് അതിന്റെ യജമാനൻ അറിയാതെ പിഴുതു വീണതാണല്ലോ, പിഴുതു വീണതാണല്ലോ, പിഴുതു വീണതാണല്ലോ. ആ യജമാനന്റെ സമ്മതമില്ലാതെ ഞാൻ എടുത്ത് കഴിച്ചതാണല്ലോ. എന്റെ പ്രിയമുള്ളവര് മുഹീദി ശൈഖ് പേടിക്കുകയാണ്. എന്നിട്ടതാ തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. മുഹീദി ശൈഖിന്റെ പ്രിയമുള്ളവര് ആ പഴത്തിന്റെ ഉടമസ്ഥനെ തേടിയിട്ട് കടന്നു പോവുകയാ. അങ്ങനെ കടന്നു ചെന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഒരു തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഒരു പ്രായമുള്ള ഉപ്പയതാ കടന്നു വരികയാണ്. അദ്ദേഹത്തോട് ചെന്നിട്ടതാ പറയുകയാണ്, നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഒരു പഴമുണ്ടല്ലോ ഈ കാണുന്ന പുഴയിലൂടെ ഒഴുകി വന്നപ്പോ നിങ്ങളുടെ സമ്മതമില്ലാതെ അത് ഞാൻ എടുത്തു കഴിച്ചു കഴിഞ്ഞു, അതിനാര് ഭക്ഷിച്ചു, നിങ്ങൾ എനിക്കൊന്ന് പുറത്തു തരണമെന്ന് പറയുമ്പോ അദ്ദേഹം അതാ പറയുകയാണ്, ഇല്ല തങ്ങളെ പുറത്തു തരൂല, പുറത്തു തരൂല, പുറത്തു തരൂല. എന്ത് ചെയ്യണമെന്നറിയോ? വർഷങ്ങളോളം ഞാൻ പറയുന്നത് വരെ എന്റെ തോട്ടത്തില് നീ കഷ്ടപ്പെടണമെന്ന് മുഹീദി ശൈഖിനോട് പറയുകയാണ്. അൽഹംദുലില്ലാഹ്, മുഹീദി ശൈഖിന്റെ പ്രിയമുള്ളവര് കഷ്ടപ്പെടുകയാണ് ആ തോട്ടത്തില്. അങ്ങനെ കഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിയുകയാണ്. കരാറതാ തീരുകയാണ്. ആ ഉപ്പയോട് ചെന്നുകൊണ്ട് മുഹീദി ശൈഖ് അതാ പറയുകയാണ്, യജമാനനോട് പറയുകയാണ്, യാ അല്ലാ എന്റെ കരാർ കഴിഞ്ഞല്ലോ, എന്നെ ഏൽപ്പിച്ച സമയം കഴിഞ്ഞല്ലോ, എന്നെ ഏൽപ്പിച്ച സമയം കഴിഞ്ഞല്ലോ, എന്നെ ഏൽപ്പിച്ച കരാറ് കഴിഞ്ഞല്ലോ, എനിക്ക് പുറത്തു തരുമോ? പടച്ചവരെ ആ യജമാനനതാ പറയുകയാണ്, ഇല്ല പൊരുത്തപ്പെട്ട് തരൂല, ഒരു കാരണമുണ്ടെന്ന് പറയുകയാണ്, ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുകയാണ്. മുഹീദി ശൈഖ് ചോദിച്ചു, എന്താ? എനിക്ക് പുറത്തു തരാനുള്ള രണ്ടാമത്തെ നിബന്ധന എന്താ? അദ്ദേഹം എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അല്ലാഹുവേ എനിക്ക് ഒരു പൊന്നുമോളുണ്ട്, എനിക്കൊരു മകളുണ്ട്. അല്ലാഹുവേ ആ മകളുടെ പ്രത്യേകത എന്താണ്? കൈയില്ല അല്ലാ, കാലില്ല അല്ലാ, മൂക്കില്ല റബ്ബേ. മുഹീദി ശൈഖിനോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരണമെങ്കിൽ ഒരു നിബന്ധനയും കൂടിയുണ്ട്. എനിക്കൊരു മകളുണ്ട്. ആ മകൾക്ക് കൈയില്ല, കാലില്ല, കാതില്ല, മൂക്കില്ല, ശരീരത്തിന്റെ അവയവങ്ങളൊന്നുമില്ലാത്ത വികലാംഗയായ 100% വികലാംഗയായ ഒരു പൊന്നുമോളാണ്. അവളെ നീ കെട്ടണമെന്ന് ആര് പറഞ്ഞു? ഈ യജമാനൻ പറഞ്ഞു. അല്ലെ, ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുക, എത്തിയ മക്കളെ കെട്ടാൻ തയ്യാറുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാല് മിക്ക ആളുകളും പറയും ഇങ്ങനെ മിക്ക ആളുകളും തലകുനിക്കും. കാരണം എന്തേ? സ്ത്രീധനം കിട്ടൂല. ഇപ്പൊ 25, 26, 27 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ എന്താ ചിന്തിക്കണേ? 27 വയസ്സാകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കാൻ പഠിക്കണം, ഡ്രൈവിംഗ് പഠിക്കണം, ലൈസൻസ് എടുക്കണം. കാരണം എന്തേ? കല്യാണം കഴിക്കുമ്പോ ഏതെങ്കിലും ഒരു നല്ല മൈലേജ്
ഒന്നെങ്കിൽ ക്രിസ്റ്റ എടുക്കണം, അല്ലെങ്കിൽ സ്വിഫ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ബലേനോ എടുക്കണം, അല്ലെങ്കിൽ പോളോ എടുക്കണം. പെണ്ണിന്റെ വാപ്പ തരുന്ന സാധനം അന്തസ്സോടുകൂടി ഓടിച്ചു കിടക്കണ ചില ചങ്ങാതിമാരുണ്ട്. ഞാൻ സ്നേഹത്തിൽ പറയാം, പെണ്ണിന്റെ വാപ്പ നിനക്ക് എല്ലാവിധ സന്തോഷത്തോടു കൂടി തന്നാലും സ്വീകരിച്ചോ. അല്ലാതെ എനിക്കൊരു കാറ് വേണം അല്ലെ, ഈ കല്യാണത്തിന്റെ സമയത്ത്, കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ കബറിലേക്ക് കാലം നീട്ടിരിക്കണ ചില വല്യാപ്പമാരുണ്ട്. കബറിലേക്ക് കാലം നീട്ടിരിക്കണ ചില വല്യാപ്പമാരുണ്ട്. കല്യാണമൊക്കെ ഉറപ്പിക്കും, ജിലേബിയും ലഡുവും മുറുക്കും ഒക്കെ വാ നിറയെ കഴിക്കും. കരിച്ചു കഴിഞ്ഞിട്ട് ഈ ചില പ്രായമുള്ള ഉപ്പുപ്പമാർക്ക് ചില ചോദ്യമുണ്ട്. എന്താ ചോദിക്കണേ? എന്റെ പൊന്നുമോൻ എന്ത് തരും, എന്റെ പൊന്നുമോന് എന്ത് തരും? ഈ ചോദ്യം നിങ്ങൾ പാലക്കാട് ജില്ലയിൽ പോയി ചോദിക്കണം. ചോദിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയും 10 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ ഇവിടെ നിന്ന് ഓടിക്കോളാൻ പറയും. ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീധനം എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്ത് വലിയ സങ്കടമാണ്. എത്രയോ ഉമ്മമാര് കരഞ്ഞിട്ടാ പറയണെന്നറിയോ, ഉസ്താദേ എന്റെ പൊന്നുമോൾക്ക് 18 വയസ്സായി ഉസ്താദേ, എന്റെ പൊന്നുമോൾക്ക് ഇത്ര വയസ്സായി ഉസ്താദേ, പെണ്ണ് കിട്ടണില്ല ഉസ്താദേ എന്ന് പറയണ ചെറുക്കനെ കിട്ടുന്നില്ലെന്ന് പറയണ ചില ഉമ്മമാരുണ്ട്. ഞാൻ പറയാ, പൈസ ഇല്ലാത്തതിന്റെ പേരില് ആ മക്കള് അവരുടെ വീടിന്റെ ഉള്ളറയില് കഴിയേണ്ട ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കി അല്ലെ? നമ്മൾ തയ്യാറാകണം പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരെ കെട്ടാൻ. പൈസ ഉള്ളവരെ മാത്രമല്ലല്ലോ കെട്ടേണ്ടത്, പാവപ്പെട്ടവർക്ക് ജീവിതം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് എത്തിയ കുട്ടി എന്ന് പറയുമ്പോ നമ്മൾ നേരെ തല ഇങ്ങനെ താത്തും. എന്തേ 50 പവനും കാറും കിട്ടൂല, അതാ അവന്റെ പ്രശ്നം. ഞാൻ പറയണത് പൈസയിലല്ല കാര്യം, പൈസയിലല്ല കാര്യം. പടച്ച തമ്പുരാൻ ഏത് സമയത്തും നിന്റെ സമ്പത്ത് കൊണ്ടുപോകും, ഏത് സമയത്തും കൊണ്ടുപോകും. നിനക്ക് ചിലപ്പോ ആദിക്കാട്ട് കുളങ്ങരയില് ഏക്കർ കണക്കാன റബ്ബറൊക്കെ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ആയിരിക്കും നീ ഒരു ആക്സിഡന്റ് പെട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് അല്ലെ? ആ സമയത്തായിരിക്കും നിന്റെ കോടാനുകോടി പൈസകൾ മുഴുവനും ആ ഹോസ്പിറ്റലിൽ നീ ചെലവാക്കേണ്ടി വേണ്ടത്. ബഹുമാനപ്പെട്ട മർഹൂം ഫഖറുദ്ദീൻ ഖാസിമി ഉസ്താദ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് മാത്രമല്ല, ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഉമ്മ പെങ്ങന്മാർക്കും ചെറിയ മക്കൾക്കാർക്കും ഉസ്താദിനെ മറക്കാൻ കഴിയൂല. സത്യം പറഞ്ഞാൽ ഉസ്താദിന്റെ മരണ വാർത്ത കേട്ടപ്പോ നെട്ടിത്തെരിച്ച ഒരാളാണ് ഞാൻ. കാരണം എന്നെ ഉസ്താദിനെ അറിയാം, എനിക്ക് ഉസ്താദിനെ അറിയാം. പക്ഷെ ഞങ്ങൾ തമ്മിൽ നേരിട്ടൊരു പരിചയമില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയൊരു അറ്റാക്ക് വന്നിട്ട് മഗ്രിബിന്റെ സമയമായപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ അത്രയല്ലേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. അതുകൊണ്ട് പൈസയല്ല വലുത് അല്ലെ? പൈസയല്ല വലുത്, ഏത് സമയത്തും മരിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നല്ല പെണ്ണിനെ കിട്ടുമ്പോ ഈമാനുള്ള പെണ്ണിനെ കിട്ടി ആ പെണ്ണുമായിട്ട് അൽഹംദുലില്ലാ കെട്ടിയിട്ട് അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടി ജീവിച്ചോ. ഞാനൊരു ദുആ പറയുക. ഇതിന്റെ ഇടയിൽ പല ആളുകളും പറയും ഉസ്താദേ മക്കളില്ല, പല ആളുകളും പറയും ഉസ്താദേ എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടുന്നില്ലെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, നീ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ വീടിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരുമ്പോ ഒരു ഗ്ലാസ് ചായ ചോദിക്കുമ്പോ ഇക്ക എനിക്ക് സീരിയൽ കാണണം, നിങ്ങൾ പിന്നെ വായോ എന്ന് പറയുന്ന ഭാര്യമാരാണ് നിങ്ങൾ കെട്ടിയതെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒരു രസം ഉണ്ടാവില്ല. പക്ഷേ അൽഹംദുലില്ലാ സുബഹിയുടെ സമയമാകുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് നിന്റെ തോളത്ത് ഇങ്ങനെ തോണ്ടുക, ഇക്ക എണ്ണീച്ച് നിസ്കരിക്കാൻ പടച്ചവന്റെ പള്ളിയിലേക്ക് പോയിക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലെ? ഞാൻ പറയണത് ഇപ്പൊ അൽഹംദുലില്ലാ ഏകദേശമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ മാറിയിട്ടുണ്ട് ചിന്താഗതി. പണ്ടൊക്കെ ആയിരുന്നു നയൻതാരയുടെ മുടി വേണം, കാവ്യമാധവന്റെ സൗന്ദര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പം പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ അൽഹംദുലില്ലാ ഏകദേശം കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്താ, ഇപ്പം പർദ്ദ ഇടണം, ഹിജാബ് ധരിക്കണം. ഇപ്പോ അതും പ്രശ്നമാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരുണ്ടെന്ന് കൈപൊക്കി, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഉസ്താദുണ്ടാ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഉസ്താദിനുണ്ട്. നിങ്ങൾക്കുണ്ടോ? പ്രസിഡന്റ് ഉണ്ടോ? ഇല്ല, പ്രസിഡന്റ് ഇല്ല. ഉണ്ടോ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണ ആരാളെ? സുഹൈലുണ്ട്. നീ ഉണ്ട്. അവനുണ്ട്. ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് വേറെ ആരും ഇല്ല? പൊക്കിക്കോ, വേറെ ഒന്നിനല്ല. പൊക്കിക്കോ ചങ്ങാതിമാരും ഇല്ല. താത്തമാരുടെ ഭാഗത്ത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണവരുണ്ടോ? എല്ലാം മുത്തക്കിങ്ങളാ. നമുക്ക് ഇൻസ്റ്റാഗ്രാം എന്ത് സാധനം ഉസ്താദെ? അത് ആണ്ട് നേർച്ചയ്ക്ക് കിട്ടണ ചീരണിയാ ഉസ്താദെ എന്ന് ചില ആളുകൾ ചോദിക്കും. ഇൻസ്റ്റാഗ്രാമിൽ കേട്ട് നിങ്ങളൊന്ന് നോക്കണം എന്തൊക്കെയാ പ്രിയപ്പെട്ട ചങ്ങാതിമാർ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കണേ. തലപ്പാവിനെ സ്നേഹിച്ചവള്, ഹിജാബിനെ പ്രണയിച്ചവള്, ബർദയെ പ്രണയിച്ചവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്റ്റാറ്റസാ. ഇപ്പൊ മിക്ക ചെറുപ്പക്കാരുടെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ? മിക്ക ചെറുപ്പക്കാരുടെ സ്റ്റാറ്റസ് എന്താ?
ഏതെങ്കിലും ഒരു മൂലിയാരും ഏതെങ്കിലും ഒരു പെണ്ണും കൂടി മദീനയിലല്ലേ മക്കയിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അതിലൊരു ബീജിയം കയറ്റിയിട്ട് ഒരു നാൾ ഞാൻ മദീനത്ത് പോകുന്ന പറഞ്ഞിട്ട് ചില ആണുങ്ങൾ എന്ത് ചെയ്യും, ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഇടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമല്ലേ, ഹറാമല്ലേ. മൊട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, 18 വയസ്സേ ഉള്ളൂ, 17 വയസ്സേ ഉള്ളൂ, 15 വയസ്സേ ഉള്ളൂ. ഈ ചങ്ങാതിയുടെ സ്റ്റാറ്റസ് എന്താ, ഞാൻ ഓളുമായി ഒരു നാൾ മദീനത്തേക്ക് പോകും. എടാ, നിനക്ക് സമയമാകുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും കെട്ടിച്ചു തരൂലേ, എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കണത്? അപ്പൊ നമ്മളൊക്കെ ആലോചിക്കും, കണ്ടില്ലേ ഓനിട്ടിരിക്കണ സ്റ്റാറ്റസ് കണ്ടില്ലേ, കൗബയില് ആ ബർദയിട്ട താത്തയും ആ മൂലിയാരും കൂടെ നിൽക്കണ ഫോട്ടോയിൽ ഇട്ടിരിക്കണത്. വലിയ ഈമാൻ അതൊക്കെ കരുതും. എടാ, ഓന്റെ ഉള്ളിന്റെ ഉള്ളറയില് വേറെ ചിന്തയാ, അവന്റെ ഉള്ളിന്റെ ഉള്ളറയില് വേറെ തോന്നലാ. അതുകൊണ്ട് ഞാൻ സ്നേഹത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പറയുക, ഒരു ദുആ, ഈ ദുആ കല്യാണം കഴിക്കാനുള്ളവരും മക്കളില്ലാത്തവരും കല്യാണം കഴിച്ചവരും ചൊല്ലിക്കോ. ഇൻഷാ അല്ലാഹ് നിന്റെ പെണ്ണിന്റെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. അല്ലേ, ഞാൻ പറഞ്ഞു നമുക്കൊരു സിനിമാ നടിയുടെ സ്വഭാവം വേണ്ട, പക്ഷേ ചുരുങ്ങിയത് ഫാത്തിമ ബീവിയുടെ അടുത്തെങ്കിലും എത്തുന്ന ചെറിയൊരു സ്വഭാവം വേണ്ടേ. ഫാത്തിമ ബീവിയും അലിയാരെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ, ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്നേഹിച്ചതുപോലെ, ആയിഷ ബീവിയും റസൂലുള്ളാഹി സ്നേഹിച്ചതുപോലെ, അൽഹംദുലില്ലാഹ് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പോകണ്ടേ. അല്ലെ, ഇപ്പോ ഗ്രീഷ്മ അല്ലെ, കഷായം അല്ലെ, ചെറുപ്പക്കാരൊക്കെ കരുതിയിരുന്നോ ഏത് സമയത്താ കിട്ടണമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഏതൊരു സ്ഥലത്ത് വന്നിരി എന്ന സമയത്താ ഒരു ദ്വാരക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നു. അപ്പൊ അതിനകത്തൊരു ലിസ്റ്റ് നോക്കിയ സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മൾ പേടിച്ചു പോകും. എന്താ ലിസ്റ്റ്, എന്താ? അതെ, ബ്രേക്കപ്പ് ആയി ദുആ ചെയ്യണം. എനിക്ക് വന്നതാ കൊയിലാണ്ടിയില് ഒരു വാങ്ങിന് പോയപ്പോ എനിക്ക് ഒരാള് തന്നതാ, ഉസ്താദെ ബ്രേക്കപ്പ് ആയി ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, നമ്മളെ ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഒരു ദുആ ഞാൻ പഠിപ്പിക്കുകയാണ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാത്തവരുണ്ട്, കല്യാണം കഴിക്കാനുള്ളവരുണ്ട്, നല്ല പെണ്ണിനെ വേണോ, നല്ല ഭർത്താവിനെ വേണോ, അതിനുള്ള മാർഗം എന്താ? 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 24-25ഓളം പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. ആ ഖുർആനിൽ എന്റെ പ്രിയമുള്ളവര് പടച്ച തമ്പുരാൻ ഒരായത്ത് പറയുകയാ. പടമില്ലാത്തതിന്റെ പേരിൽ എന്റെ പ്രിയമുള്ളവര് മക്കളുടെ കല്യാണമുണ്ടല്ലോ നടത്താൻ കഴിയാത്ത ഉമ്മ, സങ്കടപ്പെടല്ലേ, നൊമ്പരപ്പെടല്ലേ, വേദനിക്കല്ലേ, കരയല്ലേ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് പറയുകയാണ്. ഈ ആയത്തുണ്ടല്ലോ, 5 വഖത്ത് നിസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരത്തിന് ശേഷം എന്റെ പ്രിയമുള്ളവര് നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നല്ല സാലിഹായ ഭർത്താവിന് അല്ലാഹു തരുന്നതാ. ഏതാണ് ആയത്തെന്നറിയോ? റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ, ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. മിൻ അസ്വാജിനാ, നല്ല സാലിഹും സാലിഹത്തുമായ ഇണകളെ തരണേ അല്ലാ. 5 വഖത്ത് പടച്ചവന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഈമാനുള്ള, ഇസ്സത്തുള്ള, ആർജവമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന നല്ല ചെറുപ്പക്കാർ എന്റെ പൊന്നുമോൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, 10 കൊല്ലമായി പടച്ചവനെ, 20 കൊല്ലമായി പടച്ചവനെ, 30 കൊല്ലമായി പടച്ചവനെ, 50 കൊല്ലമായി പടച്ചവനെ, മക്കളില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരെ, എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നവരെ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ദുആ ചെയ്തോ. വദുദിയാതിനാ
നല്ല മക്കളെ തരണേ അല്ലാ. ഖുർറത അയ്യുനിൻ വജഅൽനാ, ആ മക്കളെ കൺകുളിർമയേകുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ. വജഅൽനാ, ആ മക്കളെ റബ്ബേ നീ ആക്കണേ അല്ലാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മക്കളാക്കണേ അല്ലാ, ആക്കണേ അല്ലാ. ഇന്ന് പല ആളുകളും പരാതി പറയുന്നതാണ്, ഉസ്താദേ എന്റെ പൊന്നുമക്കൾ ഉസ്താദേ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെന്ന് പറയുന്നവര്. മക്കളെ ഉണ്ടാക്കിയാലും മാത്രം പോരാ ഉപ്പമാര്, അവരെ വളർത്താൻ, അവരെ പോറ്റാൻ, അവരെ നോക്കാനും എന്റെ പ്രിയമുള്ളവര് പഠിക്കണമെന്ന് പറയുകയാണ്. ഇന്ന് ചില ഉപ്പമാര് പറയുന്ന പരാതിയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളുണ്ടല്ലോ കേൾക്കുന്നില്ല ഉസ്താദ്, അവരോട് മുടിവെട്ടാൻ പറഞ്ഞാൽ അവര് കേൾക്കില്ല ഉസ്താദേ, അവര് പാൻറ്റൊന്ന് കയറ്റി വെക്കാൻ പറഞ്ഞാൽ അവര് കേൾക്കൂല ഉസ്താദേ എന്ന് പറയുന്നവരെ ഈ പറയുന്ന ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇത് നന്നാകാത്ത കുട്ടിയുമുണ്ടല്ലോ, നന്നാകുന്നതാണ്.